ഇതാണ് നമ്മുടെ ആംല മുറമ്പ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സബ്സ്ക്രൈബ്, ലൈക്ക്, ബെൽ ബട്ടൺ. അപ്പോൾ നമ്മൾ അതിന് വേണ്ട നെല്ലിക്ക എടുത്തേക്കണ്. അപ്പോൾ ആദ്യം തന്നെ കഴുകിയിട്ട് എടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ളത് 1 കിലോ നെല്ലിക്കയാണ്. അപ്പോൾ നെല്ലിക്ക കഴുകി കഴിഞ്ഞിരിക്കണേ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് തുടച്ചെടുക്കുക. നെല്ലിക്ക മുഴുവനും തുടച്ച് കഴിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു ഇഡ്ഡലി പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഈ പാത്രത്തിലാണ് നെല്ലിക്ക വെച്ച് കൊടുക്കേണ്ടത്. ആവിക്കാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ നെല്ലിക്ക മുഴുവനും പാത്രത്തിലൊക്കെ ഇട്ട് സെറ്റായിക്കണം. ഇനി അത് നമുക്ക് മൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. നമ്മൾ ഗ്യാസുമ്മലാണ് വെച്ചേക്കണത്. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി, അതിന് കൂടുതലൊന്നും വെക്കണ്ട. അപ്പം നമ്മൾ നെല്ലിക്ക റെഡിയായി വന്നിക്കണ്. 10 മിനിറ്റിന് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നെല്ലിക്ക പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് 10 മിനിറ്റിന് കൂടുതൽ വെക്കരുതെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഒരു ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇത് ഹോൾസ് എന്തിനാ ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ മധുരം നന്നായിട്ട് ഉള്ളിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പീസ് എല്ലാതും ഹോൾസൊക്കെ ഇട്ട് കഴിഞ്ഞിരിക്കണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പരിപാടി നോക്കാം. ഇനി നമുക്ക് വേണ്ടത് പനക്കൽക്കണ്ടാണ്. ഇത് ഹെൽത്തിന് നല്ലതാണ്. ഇത് യൂസ് ചെയ്യാവും ഏറ്റവും ബെറ്റർ. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ചട്ടി ചൂടായി വന്നിക്കണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം കൽക്കണ്ടം ചട്ടിയിലിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, കൂടുതലാവരുത്. കാരണം നെല്ലിക്ക അതിലേക്ക് ഇടുമ്പോൾ നെല്ലിക്കൻ്റെ വെള്ളമൊക്കെ ഇനി ഇറങ്ങാനുള്ളതാണ്. അതുകൊണ്ട് കുറച്ചത് ഉരുക്കാനുള്ള കുറച്ച് വെള്ളം യൂസ് ചെയ്താൽ മതി. അപ്പോൾ കൽക്കണ്ടൊക്കെ കുറച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് എന്ത് ചെയ്യുക, ഒന്ന് ഇളക്കിയെടുക്കാം മൊത്തത്തിൽ. ഇത് രണ്ടും കുറച്ച് ചൂടായി വന്നിക്കണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതേപോലത്തെ ഒരു പാത്രമായിട്ട് ഒന്ന് മൂടി വെക്കണം. എന്നിട്ട് ഇത് ആവിക്ക് വേവിക്കണം. അപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഇനി ഇതേപോലെ എന്ത് ചെയ്യുക, ഇടയ്ക്കൊന്ന് മൂടി വെക്കുക. അതൊന്ന് 2 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ വീണ്ടും മൂടി വെക്കുക. അങ്ങനെ ഏകദേശം ഒരു 20 മിനിറ്റോളം നമുക്കങ്ങനെ ചെയ്യേണ്ടതാണ്.
നമ്മൾ ഈ നെല്ലിക്ക അതിലിട്ടപ്പോഴാണ് കൂടുതൽ വെള്ളം ഈ നെല്ലിക്ക ഇറങ്ങിയിട്ടാണ് ഇങ്ങനെ ഇതായിരിക്കണത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിലത്തെ വെള്ളം വറ്റി വരണം നമുക്ക്, അതിനാണ് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഇടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ പറഞ്ഞത്. നമ്മളിത് കൽക്കണ്ടം ഫുള്ളായിട്ട് മെൽറ്റായി കിട്ടിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫുള്ളായിട്ട് പൊടിക്കാതെയാണ് ഇട്ടിക്കണത്. അതുകൊണ്ടാണ് ഒരുപാട് ടൈം പിടിക്കേണ്ടത്. നിങ്ങൾ പൊടിച്ചിട്ട് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ മെൽറ്റ് ചെയ്തെടുക്കാം. അതാകുമ്പോൾ ഒന്നും കൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആയി കിട്ടും. നമ്മൾ സാധനം റെഡിയായി കിട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ. കാരണം ഒരു 20 മിനിറ്റൊക്കെ ആയില്ലേ. ഈ പരുവത്തിലാവും നമുക്ക് ലാസ്റ്റ് കിട്ടുക. ഇതിനും കൂടുതൽ വറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ സത്ത് നമുക്ക് ഉണ്ടാവില്ല ഇതിലിട്ട് വെക്കാനുള്ള. അപ്പോൾ ഏകദേശം ഇതായി കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് വെക്കാം. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. ഇത് ദിവസം എന്നും രാവിലെ ഓരോന്ന് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ശരീരത്തിന്. ഇത് എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ്. ചിലവും കുറവാണ്. നമ്മൾ 1 കിലോ നെല്ലിക്കക്ക് 1/2 കിലോ കൽക്കണ്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു ദിവസം ഫുള്ളായിട്ട് പാത്രത്തിൽ നമുക്ക് ഇതേപോലെ വെക്കണം. എന്നാലുള്ളൂ നാളേക്കൊക്കെയാണ് ഇത് സെറ്റാവുക. ആണ് നമ്മൾ ഇന്നലെ എന്ത് ചെയ്ത് മാറ്റി വെച്ച സാധനം. അപ്പോൾ ഇത് ഞങ്ങൾ ഇന്നലെ വെച്ചത് ഏകദേശം ഒരു 4 മണിക്കാണ് എടുത്ത് വെച്ചിരുന്നത്. ഇന്നിപ്പോൾ ഏകദേശം ഒരു 4 മണി ആയിക്കണ്. വൈകിട്ട് 4 മണിക്ക് തന്നെയാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇതായി കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിലായി കിട്ടും. ഇത് നമ്മൾ എത്ര ദിവസമാണോ ഇതിലിട്ട് വെക്കുന്നത് അതിനനുസരിച്ച് ഇതിന് ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്ക് നേരി കയ്പ്പുണ്ടാവും, ചെറുതായിട്ടൊരു പുളിപ്പുണ്ടാവും. കാരണം ഒരു ദിവസം നമ്മളിതിപ്പോൾ മൊത്തത്തിലിട്ട് വെച്ചിട്ടുള്ളൂ. ഇതൊരു ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. ഇത് പിന്നെ ഇതിൽ നിങ്ങൾ സ്പൂണായിട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ വെള്ളം പാടില്ല. നമ്മൾ അച്ചാറൊക്കെ എടുക്കണ പോലെ തന്നെ ചെയ്യണം. തുടച്ചിട്ട് എല്ലാന്നുണ്ടെങ്കിൽ കേട് വരാൻ സാധ്യത ഉണ്ട്. പിന്നെ ഇത് അങ്ങനത്തെ പെട്ടെന്ന് കേട് വരുന്ന സാധനങ്ങളൊന്നുമല്ല. അതുകൊണ്ട് ഇത് എത്ര ദിവസമാണെങ്കിലും നിങ്ങൾക്ക് എടുത്തു വെക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. ഇത് കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ നല്ല പൈസ ഉണ്ട്. നമുക്ക് വീട്ടിൽ കുറഞ്ഞ ചിലവിൽ ഇത് ഉണ്ടാക്കാനുള്ളൂ. എന്തായാലും എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം. ഇത് ഒരുപാട് ദിവസം ഇരിക്കുന്നതിനനുസരിച്ചിട്ട് ഇത് ഡാർക്കായി വരും. അപ്പോൾ ഇത് ഒന്നും കൂടെ ടേസ്റ്റ് കൂടി വരും.